PVR സിനിമാസിൽ പോയി സിനിമ കാണുന്നവരാണോ നിങ്ങൾ? PVR സിനിമാസ് നമ്മളോട് ചെയ്യുന്ന ചതി എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇല്ലല്ലോ, ഞാൻ പറയാം. സപ്പോസ് നമ്മളൊരു 11:15 ഒരു ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തു എന്ന് വെച്ചോ. നമ്മൾ കൂടുതലും ബുക്ക് മൈ ഷോയിലൊക്കെ ആയിരിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ലുലുലോ ആണെങ്കിൽ ആ PVR സിനിമാസിൻ്റെ കൗണ്ടറിൽ പോയി നമ്മൾ 11:15 സിനിമയുടെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തെന്ന് വെച്ചോ. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? 11:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ തിയേറ്ററിനകത്ത് കയറി ഇരിക്കും. ഇതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. 11:15 നമ്മൾ തിയേറ്ററിനകത്ത് കയറി ഇരിക്കുന്നു, ലൈറ്റുകൾ അണയുന്നു. പിന്നെ എന്താ നടക്കുന്നത്? ഐഡിയലി സിനിമ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? പക്ഷേ സിനിമ സ്റ്റാർട്ട് ചെയ്യില്ല. പകരം എന്തായിരിക്കും? കുറേ ട്രെയിലേഴ്സ് വരും, കുറേ പരസ്യങ്ങൾ വരും. ഏകദേശം 10 മിനിറ്റോളം പരസ്യങ്ങൾ കാണിക്കും. ഈ പരസ്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും സിനിമ സ്റ്റാർട്ട് ചെയ്യും. ഇൻ്റർവെല്ലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് പോകും, മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ സ്നാക്സ് വാങ്ങിക്കും, നമ്മൾ തിരിച്ചു വരും അല്ലേ? തിരിച്ചു വരുന്ന ഇൻ്റർവെൽ കഴിയുന്നു. വീണ്ടും എന്താണ്? ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നു ഒരു 10 മിനിറ്റോളം. അതായത് ഒരു 20 മിനിറ്റോളം സിനിമയ്ക്ക് പകരം നമ്മൾ PVR സിനിമാസിൽ നിന്ന് കാണുന്ന എന്തായിരിക്കും? അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണേണ്ട ആവശ്യം സത്യത്തിൽ ഉണ്ടോ? എന്തുമാത്രം സമയമാണ് നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേരിൽ കൊണ്ടുപോയി കളയുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ചില അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സർക്കാർ ബോധവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായി പുകവലി അല്ലെങ്കിൽ ഷോസ് ഓപ്ഷൻ സ്പോഞ്ചാണ്, ഇതുപോലത്തെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ ലഭ്യത കുറച്ച് കഴിഞ്ഞാൽ ഉപയോഗം കുറയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതല്ല, ബോധവൽക്കരണമാണ് ഏറ്റവും ബെറ്റർ എന്ന് സർക്കാർ എന്ന് തോന്നുന്നത് കൊണ്ട് സർക്കാർ ബോധവൽക്കരിക്കുന്നു. ഓക്കെ, അതിനൊരു അഡ്വർടൈസ്മെൻറ്റ് ഒന്ന് അത് സമ്മതിക്കാം. പക്ഷേ ഒരു താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു കവർ വാങ്ങിക്കുന്നു എന്ന് വെച്ചോ. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആ സാധനങ്ങൾ ഇടാനായിട്ട് ഒരു കവർ വാങ്ങുന്നു എന്ന് വെച്ചു. ആ കവറിൽ ആ കടയുടെ പരസ്യം ഉണ്ട് എങ്കിൽ ആ കവറിന് പൈസ വാങ്ങാനുള്ള അർഹത കടക്കാരനില്ല. കാരണം എന്താണ്? പരസ്യം അടിച്ചേൽപ്പിക്കരുത്. ഇപ്പോൾ സാധാരണ PVR അല്ലാത്ത മറ്റൊരു തിയേറ്ററിൽ ഇതെങ്ങനെയായിരിക്കും നടക്കുന്നത്? ഇപ്പോൾ 11:15 ഒരു ഷോ ആണെങ്കിൽ അവർക്കിപ്പോൾ പരസ്യങ്ങൾ കാണിക്കാനുണ്ടെങ്കിൽ ഒരു 11:05 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ പരസ്യം ഇട്ട് തുടങ്ങും. കൃത്യം 11:15 ആകുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങും. അപ്പോൾ ഈ പരസ്യം കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം? അവർക്ക് 11:15 ഷോയ്ക്ക് 11:15 വന്നാൽ മതി. അവർക്ക് ഈ പരസ്യം കാണാതെ അവർക്ക് മര്യാദയ്ക്ക് സിനിമ കാണാം. ഇൻ്റർവെല്ലിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇൻ്റർവെല്ലിന് ഇപ്പം സാധാരണഗതിയിൽ ഒരു 6 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയാണ് ഒരു തിയേറ്ററിൽ സാധാരണ നമുക്ക് ഇൻ്റർവെൽ സമയം കിട്ടുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യും? നോർമൽ തിയേറ്ററിൽ ഈ ഒരു 6 മിനിറ്റ് സമയത്താണ് അവർക്ക് ഇപ്പോൾ പരസ്യം വല്ലതും കാണിക്കുകയാണെങ്കിൽ ആ പരസ്യം കാണിക്കുന്നത്. ഈ 6 മിനിറ്റ് സമയം നമുക്ക് പരസ്യം കാണാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് മൂത്രമൊഴിക്കാൻ പോവുകയോ അല്ലെങ്കിൽ നമുക്ക് സ്നാക്സ് വാങ്ങാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പരസ്യം കാണുന്ന ആഗ്രഹമുള്ളവർക്ക് അവിടെ ഇരുന്ന് പരസ്യം കാണുകയും ചെയ്യാം. പക്ഷേ PVRൽ എങ്ങനെയാണ്? ഈ 7 മിനിറ്റ് സമയം അവർ ഒന്നും കാണിക്കില്ല. എല്ലാവരും തിരിച്ച് വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ലൈറ്റ് അണച്ചതിന് ശേഷം മാത്രമേ പരസ്യം കാണിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം, നിങ്ങൾക്കിപ്പോൾ എന്തായാലും പരസ്യം 10 മിനിറ്റ് കാണുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ലേറ്റായിട്ട് വന്നാൽ പോരെയും ചോദിക്കാം. അതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇപ്പം മിക്കവാറും സിനിമകളുടെ തുടക്കവും അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊന്നും മിസ്സാക്കരുത് എന്നുള്ള ആഗ്രഹമുള്ളവർ കുറച്ച് നേരത്തെ അല്ലെങ്കിൽ ഓൺ ടൈമിനെങ്കിലും നമ്മൾ തിയേറ്ററിലെത്താൻ ശ്രമിക്കും. കാരണം എത്ര നേരമാണ് പരസ്യം ഉള്ളത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അറിയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പരസ്യം കാണിക്കുന്നത് ലൈറ്റുകൾ ഓഫ് ചെയ്താണ്. അപ്പോൾ ഈ ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കയറിപ്പോയി സ്വന്തം സീറ്റ് കണ്ടുപിടിച്ചിരിക്കാൻ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ മടിയായിരിക്കും. ഇപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു അരമണിക്കൂറുള്ള ഒരു പരിപാടിയാണെങ്കിൽ 20 മിനിറ്റ് പരസ്യവും 10 മിനിറ്റ് പരിപാടിയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ കാണുന്നത്. അപ്പോൾ TV കണ്ട് സത്യം പറഞ്ഞാൽ പരസ്യം കണ്ട് മടുത്തു. എന്നാൽ TV കാണുമ്പോഴത്തേക്കുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് കാണുന്നത് കൊണ്ട് ഈ പരസ്യം വരുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ തിയേറ്ററിൽ അങ്ങനെയല്ലല്ലോ. ഒരു പ്രയോജനമില്ലാതെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത അത്രയും സമയം നമ്മൾ തിയേറ്ററിൽ പരസ്യത്തിന് വേണ്ടി കളയേണ്ട ആവശ്യം എന്താണ്? സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യൂട്യൂബിലൊക്കെ അറിയാലോ. നമ്മളിപ്പം കുറച്ച്, അതായത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പരസ്യമില്ലാതെ കാണാം. എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങൾക്കും അങ്ങനെയാണ്. നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പരസ്യമില്ലാതെ കാണാൻ പറ്റും. എന്നാൽ കുറച്ചുകൂടെ വില കുറഞ്ഞ മറ്റ് തിയേറ്ററുകളിൽ നമുക്ക് ഈ പറയുന്ന പരസ്യത്തിൻ്റെ ഇഷ്യൂ ഇല്ലാതപ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് PVR അറിയാലോ. PVRൽ ഇപ്പം 2K സ്ക്രീൻ ആണെങ്കിലും 4K സ്ക്രീൻ ആണെങ്കിലും IMAX ആണെങ്കിലും 4DX ആണെങ്കിലും എല്ലാം നല്ല എമൗണ്ട് ആണ് ഓരോ ടിക്കറ്റിന്. അപ്പോൾ നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് കൂടുതൽ പരസ്യങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനൊരു കോമ്പൻസേഷൻ തരേണ്ടതാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സമയമാണ്. നമ്മുടെ ലൈഫിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മൾ ഒരു പ്രയോജനമില്ലാതെ കുറേ പരസ്യം കാണാൻ വേണ്ടി ചിലവാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങോട്ട് കുറച്ച് കാശ് തിയേറ്ററുകാർ തരണം. ഓക്കെ, നമ്മൾ ഇത്രയും സമയം നിങ്ങളെ പരസ്യം കാണിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ടിക്കറ്റ് റേറ്റിൽ ഇത്ര ശതമാനം റിഡക്ഷൻ ഉണ്ട്. ഈ പരസ്യം കാണണ്ടെന്നുള്ളവർ ഈ പറയുന്ന റിഡക്ഷൻ ഇല്ലാത്ത ടിക്കറ്റ് എടുക്കുക. അല്ല, നിങ്ങൾക്ക് പരസ്യം കൂടെ കാണാൻ ഓക്കെ ആണെങ്കിൽ ഈ റിഡക്ഷൻ ഉള്ള ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. അപ്പം എന്താ പറയുക, ഈ പരസ്യത്തിൻ്റെ സമയം ഇത്രയും ടൈമാണ്. അപ്പം ഈ റിഡക്ഷൻ ഇല്ലാത്ത ടിക്കറ്റ് എടുത്തവർക്ക് ആ ടൈം കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ റിഡക്ഷൻ ഇല്ലാത്ത ടിക്കറ്റ് കൊടുത്തോളാം, പരസ്യം കാണാതിരിക്കുകയും ചെയ്യാം. കാരണം പരസ്യം അടിച്ചേൽപ്പിക്കുന്നത് തെണ്ടിത്തരമാണ്. ഇപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും നിയമവശങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് പ്രതികരിക്കുകയാണ്. ഒരു തിയേറ്ററിൽ പോയിരുന്ന് പരസ്യം കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അത് ഒരേ പരസ്യം ആദ്യം സിനിമയ്ക്ക് മുമ്പ് കാണിക്കുന്ന അതേ പരസ്യം തന്നെയാണ് ഇൻ്റർവെൽ സമയത്തും കാണിക്കുന്നത്. മടുക്കും. ആ സിനിമ കാണുന്ന ആ ഒരു ഫീൽ തന്നെ നമ്മൾ ഈ പരസ്യം കണ്ടില്ലാതാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് സിനിമയ്ക്കിടയിലുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമയുടെ സമയത്തുള്ള പരസ്യങ്ങൾ നിങ്ങൾ 11:15 ഷോ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 മണിക്കാണ് ഷോ എന്ന് പറയുകയാണെങ്കിൽ 2 മണിക്ക് നിങ്ങൾ ഷോ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പരസ്യം കാണിക്കണമെങ്കിൽ 2 മണിക്ക് മുമ്പ് കാണിക്കും, അല്ലെങ്കിൽ ഇൻ്റർവെൽ സമയത്ത് കാണിക്കാം. അല്ലാതെ തിരിച്ച് വന്നിരുന്ന് ലൈറ്റ് കാണിച്ചിട്ടല്ല നിങ്ങൾ പരസ്യം കാണിക്കേണ്ടത്.
അതല്ലേ ശരി? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അതല്ലേ ശരി?